ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, നമ്മളുടെ രാജ്യം ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന രണ്ട് രാജ്യങ്ങളാണ്. ഒരുപക്ഷെ ഇസ്രായേലിന് ഈ ലോകത്ത് ഏറ്റവും അധികം ബെറ്റർ ആയിട്ടുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ഇന്ത്യയുമായിട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയങ്ങളൊന്നുമില്ല. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ രണ്ട് പക്ഷത്ത് നിൽക്കുന്ന ഒരു ഇടമുണ്ട് ജിയോ പൊളിറ്റിക്സിൽ. ആ ഇടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസർബൈജാനും അർമേനിയയും തമ്മിലുള്ള പ്രശ്നത്തിലാണ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് രാജ്യങ്ങളും ഓരോ രാജ്യത്തിൻ്റെ, അതായത് ശത്രുതാപരമായിട്ട് നിലപാടുകൾ എടുക്കുന്ന ഈ രണ്ട് രാജ്യങ്ങൾ, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ പോലെയാണ് അസർബൈജാൻ അർമേനിയയും തമ്മിൽ. അപ്പോൾ അസർബൈജാന്റെ പക്ഷത്ത് ഇസ്രായേലും അർമേനിയയുടെ പക്ഷത്ത് ഇന്ത്യയുമാണ് നിലകൊള്ളുന്നത്. പ്രത്യേകിച്ച് ആയുധങ്ങൾ നൽകുന്ന കാര്യത്തിലാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ച് അർമേനിയ സപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇസ്രായേൽ അസർബൈജാനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ വളരെ പരസ്പരം എന്താണ് പറയുന്നത്, ട്രസ്റ്റ് ആയിട്ടുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അധികം വിശ്വാസമുള്ള രണ്ട് രാജ്യങ്ങളാണ്, സുഹൃത്ത് രാജ്യങ്ങളാണ്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധങ്ങൾ ഗ്രാജ്വലി വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്ന ഒരു രാജ്യമായിട്ട് ഇസ്രായേൽ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തൊക്കെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത വളരെ ചുരുക്കം രാജ്യങ്ങളിലൊന്ന് ഇസ്രായേലായിരുന്നു. അതുപോലെ തന്നെ ഇസ്രായേല് പലസ്തീൻ്റെ വിഷയം വരുമ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ, എന്താണ് പറയുന്നത്, സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. കാരണം ഇസ്രായേലിനെ ഐസൊലേറ്റ് ചെയ്യാൻ മറ്റു രാജ്യങ്ങളൊക്കെ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ UN-ലൊക്കെ തന്നെ, അല്ലെങ്കിൽ അതുപോലുള്ള അന്താരാഷ്ട്ര വേദികളിലൊക്കെ തന്നെ ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനങ്ങളോ അല്ലെങ്കിൽ എതിർപ്പുകളോ ഒക്കെ പ്രകടിപ്പിക്കുമ്പോൾ മറ്റു രാജ്യങ്ങൾ ഇന്ത്യ ശക്തമായിട്ട് ഇസ്രായേലിനൊപ്പം നിലകൊള്ളുന്ന ഒരു രാജ്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ഡിഫൻസ് പാർട്ണർഷിപ്പ് ഒക്കെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സിപ്രി എന്ന് പറയുന്നത് ലോകത്തിലെ ആയുധ വ്യാപാരങ്ങളെക്കുറിച്ചൊക്കെ തന്നെ സമഗ്രമായിട്ടുള്ള റിസർച്ചും പഠനങ്ങളും ഒക്കെ നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സ്റ്റോക്ക്ഹോം എന്ന് പറയുമ്പോൾ അത് സ്വീഡനിൽ അല്ലേ. അപ്പോൾ അവിടെ ഈ സിപ്രിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യക്ക് 2020 മുതൽ 2024 വരെ ആയുധം തരുന്ന ഏറ്റവും മൂന്നാമത്തെ വലിയ, തേർഡ് ലാർജസ്റ്റ് ആം സപ്ലറാണ് ഇസ്രായേൽ. ഏകദേശം ഇന്ത്യയുടെ 13% ആയുധം ഇന്ത്യ ഇസ്രായേലിൽ നിന്നാണ് വാങ്ങുന്നത്, അല്ലെങ്കിൽ ഇസ്രായേലാണ് നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ 2020-24 കാലഘട്ടത്തിലും ഇസ്രായേലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യം ഇന്ത്യയാണ്, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഇന്ത്യയാണ്. അതായത് 34%, ഇസ്രായേലിൻ്റെ ആയുധ വ്യാപാരത്തിൻ്റെ 34% ഇന്ത്യയിലേക്കാണ് എന്നുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് തീർച്ചയായിട്ടും അതിനകത്തിൽ ഒരു വർധനവ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇന്ത്യയുടെ ഡിഫൻസ് റിക്വയർമെൻറ്റ് വളരെ കൂടി വരികയാണ്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള വിഷയങ്ങൾ ഇനിയും വരുന്ന കാലഘട്ടങ്ങളിൽ വളരെ ഹ്രസ്വമായിട്ടുള്ള, ഇപ്പോൾ ഷോർട്ട് മീഡിയം ടേംസിലൊക്കെ തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇന്ത്യ ചൈന പ്രശ്നങ്ങളോ ഒന്നും തന്നെ, വ്യാപാര ബന്ധങ്ങളൊക്കെ നമ്മൾ പുനഃസ്ഥാപിച്ചെടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും ചൈനയുമായിട്ടുള്ള നമ്മൾ തന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിരോധപരമായിട്ടുള്ള ബന്ധങ്ങൾ ഒന്നും തന്നെ അത്ര സുഖകരമല്ല. കാരണം നമുക്ക് ചൈനയെ ഒരു രീതിയിലും വിശ്വസിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രൊവോക്കേഷൻ ഏത് സമയത്തും ഉണ്ടാകാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഡിഫൻസ് പ്രിപ്പയർനെസ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ തദ്ദേശീയമായിട്ട് ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധങ്ങൾ നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഡിഫൻസ് പാർട്ണർഷിപ്പൊക്കെ തന്നെ വളരെ വ്യാപകമാകുവാനും അല്ലെങ്കിൽ വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യതകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഒത്തിരി, എന്താണ് പറയുന്നത്, എഗ്രീഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സമവായത്തിൻ്റെ പരസ്പരം കോപ്പറേറ്റ് ചെയ്തും അല്ലെങ്കിൽ പരസ്പരം സപ്പോർട്ട് ചെയ്തൊക്കെ മുന്നോട്ട് പോകുന്ന ഒരവസരത്തിലും ഈ പറഞ്ഞ ഒരു മേഖലയിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ രണ്ട് ധ്രുവങ്ങളിലാണ് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതായത് സൗത്ത് കോക്കസിൽ ഈ പറഞ്ഞ അർമേനിയ അസർബൈജാൻ തമ്മിലുള്ള വിഷയത്തിൽ ഇസ്രായേൽ ഒരു രാജ്യത്തിൻ്റെ പക്ഷത്തും ഈ ഇന്ത്യ മറുഭാഗത്തായിട്ടുള്ള അർമേനിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പക്ഷത്തുമാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഒരു ഷോ ഡൗൺ, കാരണം ഇരു രാജ്യങ്ങളും ഈ ശത്രു രാജ്യങ്ങളെന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾക്കും ആയുധങ്ങൾ കൊടുക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട്, രണ്ട് രാജ്യങ്ങളായതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പം ടർക്കി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇസ്രായേൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നു. ആ ഒരു രീതി നമ്മൾ വെച്ച് നോക്കുമ്പോൾ
അസർബൈജാന് ആയുധങ്ങൾ കൊടുക്കുന്ന ഒരു രാജ്യമായിട്ട് ഇസ്രായേൽ മാറിയിട്ടുണ്ട്. ഏറ്റവും അധികം ആയുധങ്ങൾ നൽകുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതുപോലെ തന്നെ അർമീനിയയെ സംബന്ധിച്ചും അർമീനിയ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ അർമീനിയ അസർബൈജാൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും അത് ഇന്ത്യ പാകിസ്ഥാൻ പോലെ തന്നെയാണ്. ഓഗസ്റ്റിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അമേരിക്കയിൽ വെച്ചൊരു സമാധാന കരാർ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ തന്നെയും ഒരു യുദ്ധത്തിനുള്ള സാധ്യത ഇപ്പോഴും നമ്മുടെ ഈ പറഞ്ഞ ഡിഫൻസ് സെക്യൂരിറ്റി എക്സ്പേർട്സ് തള്ളിക്കളയുന്നില്ല. കാരണം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്ത് അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് പോകാനുള്ള സാധ്യത ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻ പോലെ തന്നെ അവിടെ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് യുദ്ധം സമാധാന കരാർ അവർ ഒപ്പിട്ടെങ്കിൽ തന്നെയും ഒരു യുദ്ധത്തിനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പം രണ്ട് രാജ്യങ്ങളും അസർബൈജാനും അർമീനിയയും വളരെയധികം ആയുധങ്ങൾ ഇസ്രായേലിൻ്റെ ഇസ്രായേലിൽ നിന്ന് അസർബൈജാനും ഇന്ത്യയിൽ നിന്ന് അർമീനിയയും വാങ്ങിച്ച് കൂട്ടുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുടെ ഒപ്പോസ് ചെയ്യുന്ന ഈ രണ്ട് രാജ്യങ്ങളുടെ കൂടാണ് ഈ രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയും ഇസ്രായേലും. അവിടെ ഇന്ത്യയും ഇസ്രായേലും തമ്മിലൊരു എന്താണ് പറയുന്നത്, ഒരു സമവായമില്ല അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇന്ത്യയാണ് അർമീനിയക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്ന ഒരു രാജ്യം. അതുപോലെ തന്നെ അസർബൈജാന് ആയുധം നൽകുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ ഇസ്രായേലാണ്. അസർബൈജാനെ ടർക്കി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ നമുക്ക് ഈ ജിയോ പൊളിറ്റിക്സിൽ പല കോൺട്രാഡിക്ഷൻസ് എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ജിയോ പൊളിറ്റിക്സിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്തിൽ ഒത്തിരി കോൺട്രാഡിക്ഷൻസ് അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ്. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ ഇസ്രായേലിന് തീരെ താല്പര്യമില്ലാത്ത ടർക്കി, പാകിസ്ഥാൻ ഈ രണ്ട് രാജ്യങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടാണ് അസർബൈജാനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു വൈരുദ്ധ്യം നമുക്കവിടെ കാണാൻ സാധിക്കും. ഇന്ത്യ അർമീനിയെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അസർബൈജാനെ ടർക്കിയും പാകിസ്ഥാനും വളരെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അസർബൈജാൻ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും അതുപോലെ തന്നെ കാശ്മീർ വിഷയത്തിലൊക്കെ തന്നെ ടർക്കിയും അസർബൈജാനും ഒക്കെ തന്നെ പാകിസ്ഥാനൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യയെ എതിർക്കുകയും അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്ന രാജ്യങ്ങളാണ്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഈ പറഞ്ഞ അസർബൈജാനോടുള്ള സപ്പോർട്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടർക്കിയും ഇസ്രായേലും തമ്മിൽ റീജിയണൽ കോമ്പറ്റീറ്റേഴ്സ് ആണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിങ് മേക്കർ ആകുക എന്നുള്ള, അല്ലെങ്കിൽ കിങ് മേക്കർ എന്ന് പറഞ്ഞാൽ ഒരു റീജിയണൽ സൂപ്പർ പവർ ആകുക എന്നുള്ള കോമ്പറ്റീഷൻ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. ടർക്കി, ഇസ്രായേൽ, പിന്നെ ഇറാൻ, സൗദി അറേബ്യ, ഈ 4 രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിലെ അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ സൈഡിലെ ടർക്കിയും ഈ ഇസ്രായേലും തമ്മിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഈ 4 രാജ്യങ്ങൾ തമ്മിൽ ആരാണ് സൂപ്പർ പവർ എന്നുള്ളൊരു പിന്നെ എന്താ പറയുന്നത് ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഹമാസിനെ വളരെ കാര്യമായി സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ടർക്കി. അപ്പോൾ അക്കാര്യത്തിൽ ഇസ്രായേലും ടർക്കിയും തമ്മിൽ വളരെ രണ്ട് ധ്രുവങ്ങളിലാണ്. കാരണം ടർക്കിക്ക് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ടർക്കി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഈ രാജ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ, അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ ടർക്കിയും ഇസ്രായേലും എല്ലാം ഒരുപോലെ തന്നെ അസർബൈജാനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളായിട്ട് മാറുകയാണ്. നമുക്ക് ആ ഒരു കാഴ്ച വൈരുദ്ധ്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അർമീനിയയും അസർബൈജാനും തമ്മിൽ സമാധാന കരാർ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും മറ്റൊരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാകാനുള്ള വളരെയധികം ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അതിനകത്തിൽ ഒരു ഇന്ത്യ ഇസ്രായേൽ റിലേഷനിൽ അതൊരു കല്ലുകടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അത് രണ്ട് രാജ്യങ്ങളും വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഈ റിപ്പോർട്ടിൽ കൂടെ, അല്ലെങ്കിൽ ഡിഫൻസ് സെക്യൂരിറ്റി രണ്ട് രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നുള്ള ഡിഫൻസ് സെക്യൂരിറ്റി എക്സ്പേർട്സും അല്ലെങ്കിൽ അനലിസ്റ്റും ഒക്കെ മുന്നോട്ട് വെക്കുന്നൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. കാരണം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ ഇരു രാജ്യങ്ങളിലെയും കൂടെ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ ആയതുകൊണ്ട് ഇന്ത്യയും ഇസ്രായേലും വളരെ ശ്രദ്ധിച്ച് ആ ഒരു കാര്യം കൈകാര്യം ചെയ്യണം. അത് കാരണം ഇന്ത്യ ഇസ്രായേൽ നമ്മൾ റിലേഷൻസ് സ്പോയിൽ ആകരുത് അല്ലെങ്കിൽ സ്ട്രെയിൻ ആകരുത് എന്നാണ് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുന്നത്. ഇന്ത്യ അർമേനിയ തമ്മിലുള്ള ഡിഫൻസ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അർമേനിയ പണ്ട് മുതൽ റഷ്യയാണ്, സോവിയറ്റ് യൂണിയൻ്റെ ഒരു ഭാഗമാണല്ലോ അർമേനിയ എന്ന് പറഞ്ഞിട്ട്. അപ്പം സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായതുകൊണ്ട് റഷ്യയുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണ് അർമേനിയ എന്ന് പറഞ്ഞിട്ട്. റഷ്യ യുക്രൈനായിട്ടുള്ള യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം വരെ
അർമീനിയക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അർമീനിയ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ റഷ്യയിൽ നിന്നാണ്. അപ്പോൾ യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം, റഷ്യ അതിനകത്തിൽ എൻഗേജ് ആയതിനു ശേഷം, അതുപോലെ തന്നെ അസർബൈജാന്റെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായിട്ടുള്ള, എന്താണ് പറയുന്നത്, ഒരു അസർട്ടീവ്നെസ്, അഗ്രസീവായിട്ടുള്ള ഒരു സ്റ്റാൻഡൊക്കെ ഉള്ള സമയത്ത് ശരിക്കും പറഞ്ഞാൽ അർമീനിയക്ക് മറ്റ് ഏഹ്, രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറി. അപ്പം അങ്ങനെ 2022 അവിടുത്തെ പ്രധാനമന്ത്രി, അർമീനിയയുടെ പ്രധാനമന്ത്രി, റഷ്യയുടെ പേര് പറയാതെ തന്നെ റഷ്യയെ വിമർശിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റഷ്യ അർമീനിയ ഒക്കെ തമ്മിൽ കളക്റ്റീവ് സെക്യൂരിറ്റി ട്രീറ്റി ഓർഗനൈസേഷൻ, CST എന്നും പറഞ്ഞ ഒരു സെക്യൂരിറ്റി ഓർഗനൈസേഷൻ ഉണ്ട്. അതിലൊക്കെ മെമ്പേഴ്സാണ്. അപ്പം അതിനകത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ ഒരു അറ്റാക്ക് വരികയാണെങ്കിൽ മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ, ഇപ്പോൾ സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാക്കിയെടുത്ത കരാർ പോലെ തന്നെ, അപ്പോൾ ഒരു രാജ്യത്തിനെതിരെ മറ്റ് ഇതിനകത്തിലില്ലാത്തൊരു രാജ്യം അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കെതിരെയുള്ള അറ്റാക്കായിട്ട് പരിഗണിച്ച് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ആ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളൊരു ട്രീറ്റി ഉണ്ട്. അപ്പോൾ റഷ്യൻ വേർഷൻ ഓഫ് നാറ്റോ എന്നാണ് അറിയപ്പെടുന്നത്, ഈ പറഞ്ഞ കളക്റ്റീവ് സെക്യൂരിറ്റി ട്രീറ്റി. അപ്പം അതിനകത്തിൽ ഈ അസർബൈജാനും, സോറി, അർമീനിയയും റഷ്യ എല്ലാം മെമ്പേഴ്സാണ്. പക്ഷേ അസർബൈജാൻ അർമീനിയ ആക്രമിച്ച സമയത്ത് റഷ്യക്ക് കാര്യമായിട്ട് ഈ ട്രീറ്റിയുടെ അല്ലെങ്കിൽ ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അർമീനിയെ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ല. അത് അർമീനിയക്ക് വലിയൊരു ഡിസപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ നിരാശ ഉണ്ടായിക്കൊണ്ടൊരു കാര്യമാണ്. അപ്പം അന്ന് മുതൽ അവർ തീർച്ചയായിട്ടും അവരുടെ ആയുധങ്ങൾ വാങ്ങുന്നത് മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കുകയും അങ്ങനെ അവർ ഇന്ത്യയായിട്ട് കൂടുതൽ സഹകരണം വർദ്ധിപ്പിക്കുകയും വ്യാപിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യക്ക് അർമീനിയയെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അർമീനിയയെ സംബന്ധിച്ച് അസർബൈജാൻ ഒരു സൈഡിലും കിഴക്ക് അസർബൈജാനും പടിഞ്ഞാറ് ടർക്കിയുമുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളും അർമീനിയയുടെ ബദ്ധ ശത്രുക്കളാണ്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഈ ഏതെങ്കിലും പ്രധാനപ്പെട്ട രാജ്യത്തു നിന്ന് അവർക്ക് നല്ല ആയുധങ്ങൾ ലഭിച്ചേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും റഷ്യക്ക് പഴയ പോലെ തന്നെ അർമേനിയയുടെ സെക്യൂരിറ്റി, സുരക്ഷയൊന്നും ഗ്യാരണ്ടി ചെയ്യാൻ സാധിക്കാത്ത ഈ ഒരു സമയത്ത് ഫ്രാൻസും ഇന്ത്യയാണ് അർമേനിയയെ വളരെ കാര്യമായിട്ട് ആയുധങ്ങൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ മറ്റ് മേഖലകളിലും സഹായങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഡിഫൻസ് കോപ്പറേഷൻ എന്ന് പറയുമ്പോൾ ആയുധങ്ങൾ മാത്രമായിരിക്കത്തില്ല, സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ട, ഡിഫൻസുമായി ബന്ധപ്പെട്ട ഇൻ്റലിജൻസ് ഷെയറിങ്ങും അല്ലെങ്കിൽ മറ്റ് ലോജിസ്റ്റിക്സും ഒക്കെ തന്നെ നൽകുന്ന രീതിയിലേക്കുള്ളതായിരിക്കും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഡിഫൻസ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിൽ ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ, ഈ ഇന്ത്യയുമാണ് ഇപ്പോൾ അർമീനിയയെ സപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയും അർമീനിയയും തമ്മിലുള്ള മിലിറ്ററി റിലേഷൻ, അതായത് അർമീനിയ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആകാശ് 1S എയർ ഡിഫൻസ് സിസ്റ്റം 2020 ഏകദേശം $2 ബില്യൺ ഡിഫൻസ് പാർട്ണർഷിപ്പ് അത് സൈൻ ചെയ്തതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിനകത്തിൽ ഉൾപ്പെട്ടിരുന്നതാണ് ഈ പറഞ്ഞ എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ തന്നെ. അതുപോലെ തന്നെ ആകാശ് മിസൈൽ സിസ്റ്റം 2022 $720 മില്യൺ ഓർഡർ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പം അർമേനിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ആദ്യത്തെ ബയർ, അല്ലെങ്കിൽ ആദ്യമായി വാങ്ങിക്കുന്ന ഒരു രാജ്യം എന്നുള്ളൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഇന്ത്യൻ വെപ്പൺസ്, പലതരത്തിലുള്ള ഇന്ത്യൻ വെപ്പൺസ് അർമേനിയ വളരെ വലിയ തോതിൽ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് അർമേനിയയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം മറ്റു രാജ്യങ്ങൾ, ഇപ്പോൾ ടർക്കി, ഇസ്രായേൽ, ഈവൻ പാകിസ്ഥാൻ ഇതുപോലുള്ള പ്രധാനപ്പെട്ട ശക്തമായിട്ടുള്ള രാജ്യങ്ങൾ അസർബൈജാനെ ആയുധവൽക്കരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്കുള്ള ആയുധങ്ങൾ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അർമേനിയക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ അസർബൈജാനുമായിട്ടുള്ള യുദ്ധത്തിൽ അവർക്ക് വൻതോതിലുള്ള പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. അതുപോലെ ഇന്ത്യ ഈ ഹൗവിറ്റ്സേഴ്സ്, ആൻറ്റി ടാങ്ക് റോക്കറ്റ്സ്, എയർ ഡിഫൻസ് സിസ്റ്റം, അതുപോലെ തന്നെ ആൻറ്റി ഡ്രോൺ എക്വിപ്മെൻറ്റ്, ഇതെല്ലാം അർമേനിയൻ പട്ടാളത്തിന് ഇന്ത്യ നൽകുന്നുണ്ട് പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇത് ഈ പറഞ്ഞ ഒരു ഡിഫൻസ് പ്രോഗ്രാം അല്ലെങ്കിൽ ഡിഫൻസ് എന്താണ് പറയുന്നത് റിലേഷൻ അർമേനിയയെ സംബന്ധിച്ച് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം റഷ്യക്ക് പഴയ പോലെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. റഷ്യ യുക്രൈനായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 2011 മുതലുള്ള കാലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 20 വരെ, യുക്രൈൻ യുദ്ധം തുടങ്ങുന്നവരെ അർമേനിയയുടെ 94% ആയുധങ്ങൾ റഷ്യയിൽ നിന്നായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ 2022-24 കാലഘട്ടം ഏകദേശം ഈ സിപ്രിയുടെ അല്ലെങ്കിൽ സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ
ആ, അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് 43% അർമേനിയക്ക് വേണ്ടുന്ന വെപ്പൺസ് ഇന്ത്യയാണ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് എക്സ്പോർട്ടിൻ്റെ ഡെസ്റ്റിനേഷനുകളാണ് അർമീനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ത്യയെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. കാരണം ഇപ്പം മറ്റു രാജ്യങ്ങളെപ്പോലെ തന്നെ ആയുധങ്ങൾ വിൽക്കുന്ന രാജ്യങ്ങളെപ്പോലെ തന്നെ യുദ്ധം ഉണ്ടാകുക യുദ്ധം ഉണ്ടാക്കുക എന്നുള്ളൊരു താല്പര്യം ഇന്ത്യക്കുണ്ട്. കാരണം ഇന്ത്യയും ആയുധ വ്യാപാരത്തിൽ ഇപ്പോൾ വളരെ ശക്തമായിട്ട്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പ്ലെയറായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇന്ത്യ എന്തുകൊണ്ട് അർമേനിയയെ സപ്പോർട്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അസർബൈജാൻ പാകിസ്ഥാനെ ആകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടർക്കിയും പാകിസ്ഥാനും അസർബൈജാനും അവർ തമ്മിലൊരു ത്രിമൂർത്തി സംഘം അവർ രൂപീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ അസർബൈജാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അസർബൈജാൻ്റെ എതിർ രാജ്യമായിട്ടുള്ള അർമേനിയ സപ്പോർട്ട് ചെയ്യുന്നത് ലോജിക്കലായിട്ടുള്ള കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ടർക്കിയും ഒക്കെ തന്നെ കാശ്മീരിൻ്റെ വിഷയത്തിൽ, അസർബൈജാനും ഒക്കെ തന്നെ കാശ്മീരിൻ്റെ വിഷയത്തിൽ പാകിസ്ഥാനൊപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി അർമേനിയക്ക് ശക്തമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുകയും അവർക്ക് വേണ്ട ആയുധങ്ങൾ വൻതോതിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട, എന്താണ് പറയുന്നത്, ഒരു ജിയോ പൊളിറ്റിക്കൽ മൂവ് തന്നെയാണ്. 2021 ഇസ്ലാമാബാദിൽ വെച്ച് ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിൽ അവരൊരു പിന്നെ കരാർ ഒപ്പുവെച്ചിരുന്നിട്ടുണ്ട്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സഹായിക്കുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു കരാറാണ്. അതായത് അസർബൈജാൻ, ടർക്കി, പാകിസ്ഥാൻ എന്നുള്ളത്. ഈ അസർബൈജാനും അർമീനിയയും തമ്മിലുള്ള യുദ്ധത്തിൽ പാകിസ്ഥാൻ അസർബൈജാനെ സഹായിച്ചിട്ടുണ്ട്, സഹായിക്കും. കാരണം ആയുധങ്ങൾ കൊടുക്കും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ തിരിച്ചും ഇന്ത്യ പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്തൊക്കെ തന്നെ അസർബൈജാൻ പാകിസ്ഥാനെയും തിരിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് ഈ അസർബൈജാനും ടർക്കിയായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. വളരെ നോർമലായിട്ടുള്ള ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അർമേനിയക്ക് നമ്മൾ ആയുധങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാജ്യങ്ങളായിട്ടുള്ള ബന്ധം വഷളാകുമോ എന്നുള്ള പേടി നമുക്ക് വേണ്ട. പക്ഷേ ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഇതിനകത്തിൽ വഷളാകാതിരിക്കാൻ ഇരു രാജ്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാനുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ യൂറോപ്പിലേക്കുള്ള ട്രേഡ് റൂട്ട്, അതായത് ഇറാൻ വഴി അർമീനിയ വഴി നമുക്ക് യൂറോപ്പിലേക്കുള്ള ട്രേഡ് റൂട്ടിനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അർമീനിയയെ നമുക്ക് സഹായിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുപോലെ ടർക്കി പാകിസ്ഥാൻ കൊടുക്കുന്ന ഒരു സപ്പോർട്ടിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാനും നമുക്ക് തീർച്ചയായിട്ടും ഈ അർമീനിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇസ്രായേലും അസർബൈജാനും തമ്മിൽ ഈ ഉള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസർബൈജാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത്, അതായത് ഡിഫൻസ് പ്രതിരോധപരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലാണ്. കാരണം ഇസ്രായേൽ ടർക്കിയും തമ്മിൽ പല വിഷയങ്ങളുണ്ടെങ്കിലും അവർ തമ്മിൽ അത്ര, എന്താണ് പറയുന്നത്, കാര്യമായിട്ടുള്ള സൗഹൃദമൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഈ അസർബൈജാൻ്റെ കാര്യത്തിൽ ടർക്കിയും ഇസ്രായേലും ഒരുപോലെ തന്നെ അസർബൈജാനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഹമാസിനെ സപ്പോർട്ട് ചെയ്യാതെ മാത്രമല്ല, ഹമാസിനെ വളരെ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ടർക്കിയാണ്. അപ്പം ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം ചെയ്യുമ്പോൾ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ടർക്കി സപ്പോർട്ട് ചെയ്യുന്ന അസർബൈജാനെ ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്തുള്ളൊരു കോൺട്രാഡിക്ഷൻ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വൈരുദ്ധ്യം. ഈ വൈരുദ്ധ്യങ്ങൾ നമുക്ക് എവിടെയും കാണാൻ പറ്റും, ജിയോ പൊളിറ്റിക്കലി നമുക്ക് എവിടെയും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സിറിയയിൽ ടർക്കിയും ഇസ്രായേലും തമ്മിൽ രണ്ട് ധ്രുവങ്ങളിലാണ്. സൈപ്രസിൽ, ഈസ്റ്റ് മെഡിറ്ററേനിയനിൽ, അതുപോലെ തന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ ഇസ്രായേലും ടർക്കിയും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ അസർബൈജാന്റെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും ഒരുപോലെ തന്നെ അവർ ഈ അസർബൈജാനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, അസർബൈജാന്റെ ഇറാനുമായിട്ടുള്ള അടുപ്പം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ഈ ജിയോഗ്രഫിക്കലായിട്ടുള്ള പ്രോക്സിമിറ്റി. അടുപ്പം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതല്ല, ജിയോഗ്രഫിക്കലായിട്ടുള്ള ഒരു അടുപ്പം. ഇസ്രായേലിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇസ്രായേലും ഇറാനും തമ്മിൽ കടുത്ത ശത്രുതയിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അസർബൈജാനെ ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇറാനെതിരെ ഒരു തുറുപ്പുചീട്ടായിട്ട് അസർബൈജാനെ ഉപയോഗിക്കാം എന്നുള്ളൊരു ലക്ഷ്യത്തിലോട്ട് തന്നെയാണ്. ഈ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം സമയത്ത് ഇറാൻ ആരോപിച്ചത് അസർബൈജാനെ ഉപയോഗിച്ച്, അതായത് അസർബൈജാൻ എയർ സ്പേസ് ഉപയോഗിച്ചിട്ടാണ് ഇസ്രായേലി വാർപ്ലെയിൻസ് ഇറാനിൽ അറ്റാക്ക് നടത്തിയത്. 12 ദിവസം നീണ്ടുന്ന യുദ്ധം ഉണ്ടായിരുന്നല്ലോ ഇസ്രായേലും ഇറാനും തമ്മിൽ. അപ്പോൾ ഇസ്രായേൽ ആരോപിച്ചത് അസർബൈജാൻ എയർ സ്പേസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ അസർബൈജാനിലെ എയർ ബേസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്
ഇറാനിൽ ഇസ്രായേൽ അറ്റാക്ക് നടത്തിയതെന്നാണ് ഇറാൻ പറയുന്നത്. അതുപോലെ തന്നെ അസർബൈജാൻ്റെ ഏറ്റവും വലിയ ആംസ് സപ്ലയറായിട്ട് ഇസ്രായേൽ മാറിയിട്ടുണ്ട്. ഈ സിപ്രയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഏകദേശം അസർബൈജാൻ്റെ 27% ആംസ് ഇമ്പോർട്ട് ഇസ്രായേലിൽ നിന്നാണ്. 2016 2020 കാലഘട്ടത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അസർബൈജാൻ്റെ ഈ പറഞ്ഞ ഒരു സോറി ഈ 2011-20 കാലഘട്ടത്തിലാണ് 27%. അസർബൈജാൻ്റെ മൊത്തം ആയുധ ഈ വാങ്ങലുകൾ 27% ഇസ്രായേലിൽ നിന്നായിരുന്നു. അതുപോലെ തന്നെ 2016 മുതൽ ഈ 20 കാലഘട്ടത്തിൽ ഇത് 69% വളരുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ എക്സ്പോർട്ട്, ഇസ്രായേലിൽ അസർബൈജാൻ കൊടുക്കുന്ന ആയുധത്തിൻ്റെ അളവുകൾ, അല്ലെങ്കിൽ അസർബൈജാൻ ഇസ്രായേലിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ആയുധങ്ങളുടെ അളവ്. അതുപോലെ തന്നെ 2024 കാലഘട്ടത്തിൽ ഏകദേശം 65% അസർബൈജാൻ്റെ ആയുധങ്ങളും ഇസ്രായേലിൽ നിന്നായിരുന്നു എന്നുള്ള കണക്കാണ് നമുക്കിതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അസർബൈജാനാണ് അർമേനിയക്കെതിരെയുള്ള യുദ്ധത്തിൽ വിജയമുണ്ടായത്. അപ്പോൾ അതിനകത്തിൽ ഇസ്രായേലിൻ്റെ ആയുധങ്ങളാണ് അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് എന്നുള്ളത് നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അർമേനിയയെ സംബന്ധിച്ച് ഇസ്രായേൽ അസർബൈജാൻ ആയുധങ്ങൾ കൊടുക്കുന്നത് വളരെ എന്താണ് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അവർക്ക് ശക്തമായിട്ടുള്ള ഈ പറഞ്ഞ ഇസ്രായേലി ആയുധങ്ങളിൽ നിന്ന് അസർബൈജാനിൽ നിന്നുണ്ടാകുന്ന അക്രമങ്ങളെ തടുക്കുവാൻ വളരെ കൃത്യമായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റവും മറ്റ് റോക്കറ്റ്സ്, മിസൈൽസ് ഒക്കെ തന്നെ അസർബൈജാൻ ലഭിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ, അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ ഭാഗത്തു നിന്നും അർമേനിയയ്ക്ക് വളരെ കാര്യമായിട്ടുള്ള സപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഇതിനകത്തിൽ ഇസ്രായേൽ കൊടുക്കുന്ന ആയുധങ്ങളുടെ വിവരങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യ ഈ ഇസ്രായേൽ റിലേഷൻ ഈ ഒരു മേഖലയിൽ സ്പോയിലാകാനുള്ള സാധ്യത നമുക്ക് ഒരു പക്ഷേ തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ഇരു രാജ്യങ്ങൾക്കും അത് അങ്ങനെ സംഭവിക്കാനുള്ളൊരു നിലപാടെടുക്കുവാനും പറ്റത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ എന്താണ് പറയുന്നത്, ഒരു സമവായം ഉണ്ടാകും. ഒരു കോൺഫ്ലിക്റ്റ് രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയിലേക്ക് ഇരു രാജ്യങ്ങളും അതിനെ വലിച്ചുവെച്ചുകൊണ്ട് പോകത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇസ്രായേലും ആയുധങ്ങൾ ഇന്ത്യ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ അത്യാധുനികമായിട്ടുള്ള ഇസ്രായേലി ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് പാകിസ്ഥാൻ്റെ പലതരത്തിലുള്ള അക്രമങ്ങളെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കുവാനും, അതുപോലെ തന്നെ തിരിച്ച് നമുക്ക് പാകിസ്ഥാൻ്റെ ഉള്ളിൽ വളരെ ഡീപ്പായിട്ടുള്ള പെനിട്രേറ്റ് ചെയ്ത് നമുക്ക് അറ്റാക്കുകൾ നമുക്ക് നടത്താൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഒരു രീതിയിലും സ്പോയിലാകുവാൻ ഇന്ത്യ താല്പര്യപ്പെടുന്നില്ല. ഇന്ത്യ അതിനുള്ള വഴി ഉണ്ടാക്കി വെക്കത്തുമില്ല. അതുപോലെ തന്നെ തിരിച്ച് ഇസ്രായേലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ മറ്റ് എല്ലാ രീതികളിലും അല്ലെങ്കിൽ മേഖലകളിലും ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വളരെ അടുത്ത ബന്ധം നിലനിർത്തിക്കുമ്പോൾ തന്നെയും ഈ രണ്ട് രാജ്യങ്ങളുടെ കാര്യത്തിൽ അസർബൈജാൻ്റെ അർമീനിയയുടെയും കാര്യം വരുമ്പോൾ ഇരു രാജ്യങ്ങളും ഇന്ത്യയും ഇസ്രായേലും രണ്ട് ധ്രുവങ്ങളിലാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു എന്താണ് പറയുന്നത് ജിയോ പൊളിറ്റിക്കൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ. അത് ഇന്ത്യയും ഇസ്രായേലും വളരെ എന്താണ് പറയുന്നത് മെച്ചുറായിട്ടായ ഒരു കാര്യം മാനേജ് ചെയ്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് പരിക്കുകളൊന്നും പറ്റാതെ അവരത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമുക്ക് ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. മറ്റൊരു പ്രധാന ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ. ടിൽ ദെൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.